യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണമെന്ന ചരിത്രപ്രധാനമായ സംഭവത്തിൻ്റെ 5 സവിശേഷതകളാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനവും ബൈബിളിലെ കേന്ദ്ര വിഷയവുമാണ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണം. അത്യന്തം നാടകീയവും ഉദ്വേഗജനകവുമായ സംഭവ പരമ്പരകൾ ക്രൂശീകരണവുമായി ബന്ധപ്പെട്ട് കാണുവാൻ കഴിയും. മലയാളികൾ ദുഃഖവെള്ളിയെന്നും പാശ്ചാത്യർ ഗുഡ് ഫ്രൈഡേ എന്നും വിശേഷിപ്പിക്കുന്ന ക്രൂശീകരണത്തിൻ്റെ പിന്നിലെ ചരിത്ര സത്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ചരിത്ര പുസ്തകങ്ങളിലും അഭ്രപാളികളിലും മാനവഹൃദയങ്ങളിലും എക്കാലത്തും നീറുന്ന നോവായി യേശുവിൻ്റെ ക്രൂശീകരണം ഓർമ്മിക്കപ്പെടുന്നു. തൽമൂദ് ലിഖിതങ്ങളിലും 4 സുവിശേഷങ്ങളിലും പുരാവസ്തു ഗവേഷണങ്ങളിലും രേഖപ്പെടുത്തപ്പെട്ട യേശുവിൻ്റെ ക്രൂശുമരണത്തെപ്പറ്റി ഫ്ലോവിയസ് ജോസിഫസ് എന്ന യഹൂദ ചരിത്രകാരനും കൊർണേലിയസ് ടാസിറ്റസ് എന്ന റോമൻ ചരിത്രകാരനും വ്യക്തമാക്കുന്നുണ്ട്. യേശുവിൻ്റെ ക്രൂശുമരണത്തിൻ്റെ സുപ്രധാനമായ പ്രത്യേകതകൾ. 1. ക്രൂശീകരണം ഒരു പ്രാകൃത ശിക്ഷാരീതി. പ്രാചീനകാലത്ത് നിലനിന്നിരുന്ന ഏറ്റവും ക്രൂരവും നിന്ദ്യവും പൈശാചികവുമായ ഒരു വധശിക്ഷാരീതിയാണ് ക്രൂശീകരണം. ബാബിലോണിയൻ ഗൂഢാരാധനയുടെ ഉപജ്ഞാതാവായിരുന്ന നിമ്രോദിൻ്റെ രാജ്ഞിയായ സെമിറാമിസാണ് ഇത് ആവിഷ്കരിച്ചത് എന്ന് കരുതുന്നു. പിന്നീട് പേർഷ്യ, കാർത്തേജ്, ഫൊയ്നീഷ്യ എന്നിവിടങ്ങളിൽ നിലനിന്നിരുന്ന ഈ പ്രാകൃത ശിക്ഷാരീതി റോമൻ സാമ്രാജ്യം കടം കൊണ്ടു. 4-ാം നൂറ്റാണ്ടിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്തുമതം സ്വീകരിച്ച ശേഷമാണ് റോമയിൽ ഈ ശിക്ഷാരീതി നിർത്തലാക്കിയത്. റോമൻ പൗരത്വമില്ലാതിരുന്ന അടിമകളും കലാപകാരികളും രാജ്യദ്രോഹക്കുറ്റം ചുമത്തപ്പെട്ടവരുമായിരുന്ന കുറ്റവാളികൾക്കാണ് ക്രൂശുമരണം ശിക്ഷയായി നൽകിയിരുന്നത്. ക്രൂശിപ്പിക്കപ്പെടുവാൻ വിധിക്കപ്പെടുന്ന കുറ്റവാളിയെ പടയാളികൾ ചാട്ടവാർ ഉപയോഗിച്ച് ക്രൂരമായി അടിക്കുക പതിവാണ്. കഠിനമായ ശിക്ഷയ്ക്ക് വേണ്ടി റോമക്കാർ ഉപയോഗിച്ചിരുന്ന ചമ്മട്ടിക്ക് 12 തോൽവാറുകൾ ഉണ്ടായിരിക്കും. അവയെ ഒരു വടിയുടെ അഗ്രത്തിൽ കെട്ടിയാണ് ഇത് ഉണ്ടാക്കുന്നത്. പ്രഹരം ഏറ്റവും വേദന നിറഞ്ഞതാകുവാൻ വാറുകളുടെ അഗ്രത്തിൽ എല്ലിൻ കഷ്ണങ്ങൾ കൊരുത്തിട്ടിരിക്കും. കുറ്റവാളിയെ ഒരു തൂണിൽ ബന്ധിച്ച ശേഷം നഗ്നമായ ശരീരത്തിൽ ആകെ പടയാളികൾ ആഞ്ഞടിക്കും. അടിയേൽക്കുന്ന കുറ്റവാളി ബോധരഹിതനാവുകയോ മരിക്കുകയോ ചെയ്യും. തുടർച്ചയായി യേശുവിനേറ്റ 39 അടിയിൽ യേശുവിൻ്റെ ശരീരം ഉഴവുചാലുകൾ പോലെ കീറിയെന്നും കാണുന്നവർക്ക് ഒരു മനുഷ്യ രൂപം എന്ന് തോന്നുവാൻ പോലും കഴിയാത്ത വിധം വികൃതമാക്കപ്പെട്ടു എന്നും ബൈബിൾ രേഖപ്പെടുത്തുന്നു. 2. നിരപരാധി ക്രൂശിക്കപ്പെടുന്നു. ഏറ്റവും നീചന്മാരായ കുറ്റവാളികൾക്ക് നൽകിയിരുന്ന ക്രൂശുമരണം എന്ന ശിക്ഷ വഹിച്ച യേശുവിനെ വിസ്തരിച്ച 3 മതകോടതികളും 3 റോമൻ കോടതികളും യേശു കുറ്റവാളിയെന്ന് കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. യഹൂദ പ്രവിശ്യയിൽ ഗവർണറായിരുന്ന പീലാത്തോസ് ആണ് യേശുവിനെ അവസാനമായി വിസ്തരിച്ചത്. വിസ്താരവേളയിൽ പീലാത്തോസിൻ്റെ ഭാര്യ ക്ലോഡിയ പ്രൊക്കുള ആളയച്ച് പീലാത്തോസിനോട് ആ നീതിമാൻ്റെ രക്തത്തിൽ ഇടപെടരുത്, അവൻ നിമിത്തം ഞാനിന്ന് സ്വപ്നത്തിൽ വളരെ കഷ്ടം സഹിച്ചു എന്ന് പറയിച്ചു. യഹൂദന്മാരുടെ പെരുന്നാൾ ദിവസങ്ങളിൽ ഒരു കുറ്റവാളിയെ അവരുടെ ആവശ്യപ്രകാരം വിട്ടയക്കുക പതിവായിരുന്നു. പീലാത്തോസ് ജനത്തോട് യേശുവിനെ വിട്ടയക്കുവാൻ നിങ്ങൾക്ക് സമ്മതമാണോ എന്ന് ചോദിച്ചു. കലാപകാരിയും കൊലപാതകനുമായ ബറബ്ബാസിനെ വിട്ടയക്കാം, യേശുവിനെ ക്രൂശിക്കുക, അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വന്നുകൊള്ളട്ടെ എന്ന് ജനമാർത്തു. മഹാപുരോഹിതന്മാരുടെയും നേതാക്കന്മാരുടെയും പ്രേരണയാലാണ് ജനം അത് പറഞ്ഞത്. ഉടനെ പീലാത്തോസ് ഒരു താലത്തിലെ വെള്ളത്തിൽ തൻ്റെ കൈകൾ കഴുകി, ഈ നീതിമാൻ്റെ രക്തത്തിൽ എനിക്ക് കുറ്റമില്ല, നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളുവീനെന്ന് പറഞ്ഞു. അങ്ങനെ ബറബ്ബാസിനെ അവർക്ക് വിട്ടുകൊടുത്തു. യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടിച്ച് ക്രൂശിക്കുവാനായി പടയാളികളെ ഏൽപ്പിച്ചു. 3. യേശുവിൻ്റെ ക്രൂശുമരണം പ്രവചനങ്ങളുടെ നിവൃത്തി. യഹൂദ ന്യായപ്രമാണപ്രകാരം രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. മാനവരക്ഷയ്ക്കായി മശിഹ വരുമെന്ന് കാത്തിരുന്നവരാണ് യഹൂദ ജനത. അവരുടെ വലിയ പ്രവാചകനായിരുന്ന യെശയ്യാവ് ക്രിസ്തുവിൻ്റെ ജനനത്തിന് 700 വർഷങ്ങൾക്ക് മുൻപ്
മശിഹ ഏറ്റവും നിന്ദ്യവും നീചവുമായി കൊല്ലപ്പെടുമെന്ന് പ്രവചിച്ചു. അവൻ്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും അവൻ്റെ ആകൃതി കണ്ടാൽ മനുഷ്യൻ അല്ല എന്നും തോന്നുമാറ് വിരൂപമാക്കൊണ്ട് ആളുകൾ അവനെ കണ്ട് സ്തംഭിച്ചു പോവുകയും മുഖം മറയ്ക്കുകയും ചെയ്യുമെന്നും യെശയ്യാവ് പ്രവചിച്ചു. അവൻ വായു തുറക്കാതിരുന്നിട്ടും പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്രിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെയും അവൻ വായു തുറക്കാതിരുന്നു എന്നും യെശയ്യാവ് പ്രവചിച്ചു. യേശുവിൻ്റെ ക്രൂശ് മരണത്തെപ്പറ്റി പ്രവചിച്ച മറ്റൊരാൾ ഇസ്രയേലിലെ രണ്ടാമനായ രാജാവ് ദാവീദായിരുന്നു. യേശുവിന് 1000 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ച ദാവീദ് ക്രൂശിലെ യേശുവിൻ്റെ നിലവിളിയും ദുഷ്ടന്മാർ യേശുവിനെ വളയുന്നതും പടയാളികൾ യേശുവിൻ്റെ വസ്ത്രം ചീട്ടിട്ട് പകുത്തെടുക്കുന്നതുമെല്ലാം തൻ്റെ സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തി. കൂടാതെ 30 വെള്ളിക്കാശിന് ആയിരിക്കും യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നതെന്നും ആ തുക ഒറ്റുകാരനെ അടക്കം ചെയ്യുവാനുള്ള നിലം വാങ്ങുവാൻ ഉപയോഗിക്കുമെന്നും വേദപുസ്തകം മുന്നമേ പ്രവചിച്ചു. 4. ക്രൂശീകരണത്തിൻ്റെ അനന്തര സംഭവങ്ങൾ. ഈ മന്ദിരം പൊളിപ്പീൻ, 3 ദിവസം കൊണ്ട് ഞാനതിനെ പണിയും എന്ന് പറഞ്ഞ യേശു മരണശേഷം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അവൻ്റെ രക്തം ഞങ്ങളുടെ മേൽ വരട്ടെ എന്ന് ആർത്ത് അട്ടഹസിച്ച യഹൂദജനത്തിൻ്റെ രക്തം യെരുശലേമിൻ്റെ വീഥികളിൽ പുഴയായി ഒഴുകിയത് 40 വർഷങ്ങൾക്ക് ശേഷമാണ്. യെരുശലേം ദേവാലയം കല്ലിന്മേൽ ശേഷിക്കാതെ നശിക്കുമെന്ന യേശുവിൻ്റെ പ്രവചനവും അതോടൊപ്പം നിവൃത്തിയായി. റോമൻ ചക്രവർത്തി ടൈറ്റസ് ദേവാലയം തകർത്ത് യഹൂദന്മാരെ കൊന്നൊടുക്കി. യേശുവിൻ്റെ ക്രൂശ് ചുമക്കുവാൻ സഹായിച്ച കുറേനക്കാരനായ കൃഷിപ്പണിക്കാരൻ ശീമോൻ എന്നയാൾ തൻ്റെ 2 മക്കളിൽ ഒരാൾ റോമയിൽ ഗവർണറും മറ്റേയാൾ സഭയുടെ ബിഷപ്പുമായി ഉയർത്തപ്പെട്ടത് കാണുവാനിടയായി. യേശു ക്രൂശിക്കപ്പെടുന്നതോടെ ക്രിസ്തുവിൻ്റെ മാർഗം അവസാനിക്കുമെന്ന് കരുതിയ സ്ഥാനത്ത് ലോകമെങ്ങും ക്രിസ്തുവിന് അനുയായികൾ ഉണ്ടായി. 5. എന്തുകൊണ്ട് നിരപരാധി ശിക്ഷിക്കപ്പെട്ടു? മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന് ന്യായപ്രമാണപ്രകാരം മാനവകുലത്തിൻ്റെ ശാപം പേറി യേശു ക്രൂശിൽ കയറി. പാപത്തിൻ്റെ ശമ്പളമായ മരണത്തെ നീക്കുവാൻ യേശു മരണം ആസ്വദിക്കുകയും മരണത്തെ ജയിച്ച 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. ഇസ്രായേൽ ജനം മരുഭൂമിയിൽ അഗ്നിസർപ്പത്തിൻ്റെ കടിയേറ്റപ്പോൾ അവർക്ക് രക്ഷപ്പെടുവാൻ മോശ ഉയർത്തിയ പിത്തള സർപ്പം പോലെ യേശുവിലേക്ക് നോക്കുന്നവർ രക്ഷ പ്രാപിക്കുവാൻ പിതാവായ ദൈവം യേശുവിനെ പരസ്യമായി നിർത്തി. തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. തനിക്കായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ രണ്ടാമതും വരും. ഈ സന്ദേശം കേട്ട താങ്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ. മാറാനാഥ.